പാർത്ഥ, സന്ദീപ് വാര്യർക്ക് ഒരു കസേര കിട്ടി. BJP കൊടുക്കാത്ത കസേര കോൺഗ്രസ് സന്ദീപ് വാര്യർക്ക് കൊടുത്തിരിക്കുന്നു. അതായത് അർഹിക്കുന്ന അംഗീകാരം കോൺഗ്രസിൽ സന്ദീപ് വാര്യർക്ക് കിട്ടി. സന്ദീപ് വാര്യർ എന്ന് പറയുന്നത് ഒരു ഫേമസ് ആയ ഒരു മുഖമാണ്. BJPയിലായിരുന്നപ്പോഴും കോൺഗ്രസിലേക്ക് എത്തിയപ്പോഴും അതേ രീതി തുടരുന്നുണ്ട്. ഇപ്പോൾ സന്ദീപ് വാര്യർക്ക് വലിയ പദവികൾ കൊടുത്ത് അദ്ദേഹത്തെ നേതൃനിരയിലേക്ക് കൊണ്ടുവരിക, അതിലൂടെ കോൺഗ്രസിനെ വളർത്തുക എന്നൊരു രീതി കോൺഗ്രസ് തുടരുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സന്ദീപ് വാര്യർക്ക് കോൺഗ്രസ് കൊടുക്കുന്ന പദവിയും ഇനി സന്ദീപ് വാര്യരുടെ ഒരു രാഷ്ട്രീയ ഭാവിയും എങ്ങനെയായിരിക്കാം? സന്ദീപ് വാര്യർ BJP വിട്ട സമയത്ത് തന്നെ എല്ലാ ആളുകളും ഒരേ ആശങ്കയോടുകൂടി പറഞ്ഞൊരു കാര്യമായിരുന്നു സന്ദീപ് വാര്യരുടെ ഭാവി എന്താകുമെന്നുള്ളത്. ആ സമയത്ത് BJPയിലെ തന്നെ ആളുകൾ പറഞ്ഞത് സന്ദീപിൻ്റെ ഭാവി അവതാളത്തിലാകും, അദ്ദേഹത്തിനൊന്നും കിട്ടാൻ പോകുന്നില്ല, കോൺഗ്രസ് ഇദ്ദേഹത്തെ എടുത്ത് പുറത്തു കളയും, ഈ തെരഞ്ഞെടുപ്പോടുകൂടി സന്ദീപിൻ്റെ ഭാവി ഇല്ലാതാകുമെന്നൊക്കെയായിരുന്നു. പക്ഷേ നമ്മളൊക്കെ വിചാരിക്കുന്നതിലപ്പുറത്തേക്ക് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചത് അദ്ദേഹത്തിൻ്റെ മാത്രം സ്വാധീനം കൊണ്ടാണ് എന്ന് അടുത്ത ഈ അമ്പുമായി ബന്ധപ്പെട്ട് വന്നു. പക്ഷേ അതിനെയും കവച്ചു വെക്കുന്ന രീതിയിലേക്ക് BJP നേതൃത്വത്തിന്റെ റിപ്പോർട്ട് കേന്ദ്ര നേതൃത്വത്തിലേക്ക് പോയി. കാരണം കണ്ണാടി പഞ്ചായത്തും മാത്തൂർ പഞ്ചായത്തും അടക്കം ഈ പറയുന്ന നഗരസഭയിലടക്കം BJP വോട്ടുകളിൽ വൻതോതിൽ കുറവുണ്ടായിരിക്കുന്നു, വർദ്ധിക്കേണ്ടിടത്ത് കുറവുണ്ടായിരിക്കുന്നു. അത് സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ട് 12,000-ഓളം വോട്ടുകൾ സന്ദീപ് വാര്യരുടെ ഒരു പ്രഭാവത്തിൽ BJPക്ക് നഷ്ടപ്പെടുമെന്നായിരുന്നു കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നത്. അതിൽ ഏകദേശം 6,000-ഓളം വോട്ടുകൾ സന്ദീപ് വാര്യർ ഫാക്ടറിയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് BJP നേതൃത്വം പറയാതെ പറയുന്നു. ആ റിപ്പോർട്ടിൽ അദ്ദേഹത്തെ സന്ദീപ് വാര്യരെ മെൻഷൻ ചെയ്തിരിക്കുന്നു. ഇത് അദ്ദേഹത്തിന് വലിയ പ്ലസ് പോയിന്റായി മാറി. അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി വോട്ടർമാരോട് നന്ദി പറയാൻ വേണ്ടി വയനാട് മണ്ഡലത്തിലേക്ക് എത്തിയപ്പോൾ അവിടെ സന്ദീപ് വാര്യർ ഓടിയെത്തി എല്ലാവിധ കാര്യങ്ങളോടും കൂടി അവിടെ നിൽക്കുന്നതും നമ്മൾ കണ്ടു. അത് അതായത് ഹൈക്കമാൻഡിനെ കയ്യിലെടുക്കാനുള്ള വ്യക്തമായൊരു നീക്കമായിരുന്നു. അതാണ് യഥാർത്ഥ പൊളിറ്റീഷ്യൻ എന്ന് പറയുന്നത്. പിന്നീട് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തി MLA ആകാൻ വേണ്ടി അവിടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുമ്പ് അവിടെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ഒത്തുകൂടിയ സമയത്ത് അവിടെയും സന്ദീപ് വാര്യർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് എത്തി നിൽക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് ഹൈക്കമാൻഡ് സന്ദീപ് വാര്യരെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുന്നത്. അങ്ങനെ സന്ദീപ് ഡൽഹിയിലേക്ക് പോകുന്നു. അവിടെ AICC ജനറൽ സെക്രട്ടറി, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. KC വേണുഗോപാലിനെ കാണുന്നു, കോൺഗ്രസിന്റെ പ്രമുഖ നേതൃത്വങ്ങളെ എല്ലാം കാണുന്നു. ഇന്ന് അദ്ദേഹത്തിന് അവിടെ കൂടിക്കാഴ്ചകളുണ്ട്. മനസ്സിലാക്കുന്നതിനനുസരിച്ച് ഈ പറയുന്ന KPCCയുടെ പുനഃസംഘടന എത്രയും പെട്ടെന്ന് വരാൻ പോവുകയാണ്. അങ്ങനെ KPCC പുനഃസംഘടനയ്ക്ക് മുമ്പ് സന്ദീപ് വാര്യരെ ഒരു KPCCയുടെ സെക്രട്ടറിയായി വെക്കും എന്നതായിരുന്നു നമ്മൾ അറിഞ്ഞിരുന്നത്. പക്ഷേ KPCC സെക്രട്ടറി പദവിക്കും അപ്പുറത്തേക്ക് KPCCയുടെ ജനറൽ സെക്രട്ടറി തന്നെയാക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അതായത് KPCCയുടെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന അധികം പേരൊന്നുമില്ല, അത് ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. ഒരു കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതൃസ്ഥാനങ്ങളിൽ ഒന്നാണ് KPCC ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത്. വക്താവിനേക്കാളൊക്കെ എത്രയോ ഉയർന്ന പദവിയാണത്. BJP വക്താവ് മാത്രമായിരുന്നു സന്ദീപ് വാര്യർ, അദ്ദേഹത്തെ ജനറൽ സെക്രട്ടറി ആക്കുന്നു. ആ ജനറൽ സെക്രട്ടറിക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കൊടുക്കാതിരിക്കില്ല കോൺഗ്രസ് എന്നുള്ളത് നമുക്കൊക്കെ ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അദ്ദേഹത്തെ ഭാവിയിൽ KPCCയുടെ വൈസ് പ്രസിഡന്റും KPCCയുടെ പ്രസിഡന്റും ഒക്കെ ആവാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയേണ്ടതില്ല. AICC നേതൃത്വത്തിലേക്ക് സന്ദീപ് വാര്യർ വരുന്ന അതും വിദൂരമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ രീതിയിൽ തന്നെ അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്. സന്ദീപ് വാര്യർ വളരെ കൃത്യമായ ഒരു കാര്യം പറഞ്ഞു. നേതൃത്വത്തെ ഞാൻ നേതൃത്വത്തെ അളക്കാനോ നേതൃത്വത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുകൊണ്ട് അവരുടെ തീരുമാനങ്ങൾ എന്താണെന്ന് പറയാനോ ഞാൻ അർഹനല്ല. പക്ഷേ നേതൃത്വം എന്ത് പദവി തന്നാലും അത് ഞാൻ സ്വീകരിക്കും. അതുപോലെ തന്നെ യാതൊരു പദവിയും മോഹിച്ചുകൊണ്ടല്ല ഞാൻ കോൺഗ്രസിലേക്ക് വന്നത് എന്നും സന്ദീപ് വാര്യർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നെഗറ്റീവ് വശങ്ങളും BJPയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തുക. അദ്ദേഹം എത്തിപ്പെട്ട സ്ഥലത്ത് അദ്ദേഹത്തിന് കിട്ടുന്ന അദ്ദേഹത്തെ സ്വാഗതം ചെയ്ത പ്രവർത്തകർ തന്നെ, കോൺഗ്രസ് തന്നെ അടിത്തട്ട് മുതൽ, അതായത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരും കോൺഗ്രസിൻ്റെ പ്രവർത്തകരും സന്ദീപ് വാര്യരെ മനസ്സറിഞ്ഞ് സ്വാഗതം ചെയ്തു എന്ന് നേതൃത്വത്തിനും ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് കൃത്യമായ ഒരു സ്ഥാനം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും സന്ദീപ് വാര്യർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കഴിവായിട്ട് ഞാൻ കാണുന്നത് നേതൃപാടവമാണ്. സന്ദീപ് വാര്യർ കോൺഗ്രസിനെ നയിക്കുന്ന തരത്തിലേക്ക് വളരും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അത് തിരിച്ചറിയാതെ പോയ ചീള് BJPക്കാരോട് എന്ത് പറയാൻ ഞാനിപ്പോഴും സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള പോക്ക് അംഗീകരിക്കുമ്പോഴും ഒരു സൈഡിൽ ഞാൻ സന്ദീപ് വാര്യരുടെ ചില പരാമർശങ്ങളെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആ വിമർശനത്തെ ഞാൻ ഒരിക്കലും അത് നല്ലതാണ് എന്ന് പറയുന്നില്ല. പക്ഷേ സന്ദീപ് വാര്യരുടെ കഴിവ് പലപ്പോഴും BJP തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. അത് തിരിച്ചറിഞ്ഞ് കോൺഗ്രസ് അത് കൃത്യമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ വിജയമാണ്. പാർത്ഥ, ഈ വരുന്ന 2026 തിരഞ്ഞെടുപ്പിൽ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒന്നുകിൽ പാലക്കാട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സീറ്റ്, അത്
സന്ദീപ് വാര്യരെ കിട്ടുക തന്നെ ചെയ്യും. സന്ദീപ് വാര്യർ നിയമസഭ MLA ആയി നിയമസഭയ്ക്കുള്ളിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോഴും BJPയുടെ ഒരു MLA പോലും അതിൻ്റെ അകത്തുണ്ടാവില്ല എന്ന് നിങ്ങൾ ഓർക്കണം. കാരണം കേരളത്തിലെ BJP, ഞാൻ ഇന്ത്യയിലെ BJP അല്ല പറയുന്നത്, കേരളത്തിലെ BJP ഇപ്പോഴും വളരണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല, വളരുന്നവരെ തളർത്തിക്കൊണ്ട് വന്ന് വെട്ടി വീഴ്ത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഒരു പാർട്ടിയെ വളർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സന്ദീപ് വാര്യരെ പോലൊരാളെ ഒരിക്കലും പാർട്ടിയിൽ നിന്ന് എന്ത് തെറ്റ് ചെയ്താലും അച്ചടക്ക നടപടി നിങ്ങൾക്ക് സ്വീകരിക്കാം. അത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടല്ല, ഒന്നുകിൽ തരം താഴ്ത്താം, അല്ലെങ്കിൽ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് 1 or 2 അവസരങ്ങൾ കൊടുക്കാം. കാരണം സന്ദീപ് വാര്യർ എന്ന് സന്ദീപ് വാര്യർ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ അത് നമുക്കറിയില്ല. ഇതുവരെ BJP അത് തുറന്നു പറയാത്തത് കൊണ്ട് ഇതൊക്കെ സന്ദീപ് വാര്യർക്കെതിരെയുള്ള ആരോപണങ്ങൾ മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സന്ദീപ് വാര്യർ BJPയുടെ നേതൃനിരയിലേക്ക് വരുമോ എന്നുള്ള പലരുടെയും ഭയമാണ് ഇന്ന് KPCC ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സന്ദീപ് വാര്യരെ വളർത്തിയത് എന്നുള്ളതാണ്. അതായത് സന്ദീപ് വാര്യർ ഒരുപക്ഷെ ഈ BJPയുടെ നേതൃനിരയിലേക്ക് വന്നാൽ BJP കേരളത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചേ. ഓടി നടന്ന് സന്ദീപ് വാര്യർ BJPയെ മാറ്റാനുള്ള പല നിലപാടുകളും സന്ദീപ് വാര്യർ കൊണ്ടെടുക്കാൻ കഴിയും. ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്ന് സംസാരിച്ചു കൊണ്ട് ഇത്രയും ജനങ്ങളെ കയ്യിലെടുക്കാൻ സന്ദീപ് വാര്യർക്ക് കഴിഞ്ഞെങ്കിൽ, സന്ദീപ് വാര്യർ ഇറങ്ങി നിന്ന് ഒരു പടിക്ക് ഇപ്പോൾ BJPയിൽ പ്രവർത്തിച്ചതിനേക്കാൾ ഒരു പടി മുന്നിലിറങ്ങി നിന്ന് സന്ദീപ് വാര്യർ പ്രവർത്തിച്ചിരുന്നു എങ്കിൽ ഇന്ന് പാലക്കാട് കൃഷ്ണകുമാർ വിജയത്തിലേക്ക് എത്തിയേനെ, ഒരു സംശയം വേണ്ട. അവിടെ രാഹുൽ മാങ്കൂട്ടൻ ജയിക്കില്ലായിരുന്നു. അവിടെ പാലക്കാട് കൃഷ്ണകുമാർ ജയിച്ചേനെ. പിന്നെ ഉപതെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ നിയമസഭയിൽ BJPക്ക് ഒരു MLA ഉണ്ടായേനെ, അത് ഉറപ്പാണ്. സന്ദീപ് വാര്യരെ ഇറക്കി വിട്ടപ്പോൾ ഇവർ കരുതിയത് എന്താണ്? സന്ദീപ് വാര്യർക്ക് കുറേ ശത്രുക്കളുണ്ട്, സന്ദീപ് വാര്യരെ പുറത്താക്കാൻ കുറേ പേർ പിന്നെ തുനിഞ്ഞിറങ്ങി നിൽക്കുന്നു, അവരൊക്കെ പാലക്കാട് ഞങ്ങളോടൊപ്പം ഉണ്ടാകും. പക്ഷെ അവിടെയാണ് ഇവർക്ക് തിരിച്ചടി പറ്റിയത്. സന്ദീപ് പോയപ്പോൾ അവരാരും കോൺഗ്രസിന്റെ കൂടെ പോയില്ല, പക്ഷേ സന്ദീപ് പോയപ്പോൾ അവരുടെ മനസ്സും കൊണ്ടാണ് പോയത്. വോട്ടങ്ങ് പോയി. വോട്ട് കൃഷ്ണകുമാറിന് നഗരപ്രദേശങ്ങളിൽ എപ്പോഴും നഗരപ്രദേശങ്ങളിൽ മെട്രോമാനെ പോലും തള്ളാൻ ഇതുവരെ ആർക്കും ഷാഫി പറമ്പിന് പോലും കഴിഞ്ഞിട്ടില്ലാത്തടത്താണ് കൃഷ്ണകുമാർ 8 നിലയിൽ പൊട്ടി താഴേക്ക് പോയത്. അത് കൃഷ്ണകുമാറിന് കഴിഞ്ഞ തവണ കിട്ടിയ 438 ഭൂരിപക്ഷം പോലും ഈ പ്രാവശ്യം കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഏകദേശം എനിക്ക് തോന്നുന്നു 8000-നടുത്ത് വോട്ടെങ്ങാനാണ് ഇവിടെ ലീഡ് നഗരസഭയിൽ മാത്രം രാഹുൽ മാങ്കൂട്ടത്തിന്. അതിന്റെ ഒരു ഇപ്പൊ അത് മുഴുവൻ സന്ദീപ് വാര്യരുടെ കഴിവാണെന്ന് ഞാൻ പറയില്ല. അവിടെ പ്രവർത്തിച്ച ഷാഫി പറമ്പിൽ, ശ്രീകണ്ഠൻ, പിന്നെ VK ശ്രീകണ്ഠൻ, പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല താഴെത്തട്ടിൽ നിന്ന് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച, കോൺഗ്രസ് ജയിക്കണമെന്ന് ആഗ്രഹിച്ച നല്ലവരായ അണികളുണ്ട്. മുസ്ലിം ലീഗിന്റെ ആളുകളുണ്ട്, യൂത്ത് ലീഗിന്റെ ആളുകളുണ്ട്, അതെ, PK ഫിറോസിനെ പോലെയുള്ള. അപ്പൊ ഇവരുടെയൊക്കെ അകമഴിഞ്ഞ പ്രവർത്തനം തന്നെയാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് വിജയം ലഭിച്ചത്. അതിലൊരു ഘടകം സന്ദീപ് വാര്യർ ആയി എന്നുള്ളതാണ്. ആ ഘടകം ഉണ്ടാക്കി കൊടുത്തത് ആരാണ്? BJP ആണ്. അതെ, അവിടെ ഒരു ചെറിയ കാര്യം പറയട്ടെ തന്നെയാ. ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിനൊരു ഈ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ എടുത്ത് പരിശോധിക്കുമ്പോൾ BJP, CPM ഇവരെയൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത് DYFIയെയും യുവമോർച്ചയും എടുത്ത് നോക്കിക്കോളൂ. യൂത്ത് കോൺഗ്രസിനാണ് ഏറ്റവും കൂടുതൽ നേതൃനിരയുള്ള നേതാക്കളുള്ളത്. അബിൻ വർക്കി, ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ, ഈ നമ്മുടെ VK ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ള ആളുകൾ, അവരുടെ നേതൃനിരയിലേക്കാണ്, റിജുൽ മാക്കുറ്റി, അവരിലേക്കാണ് ആരെത്തിയത്? സന്ദീപ് വാര്യർ എത്തിയത്. സന്ദീപ് എത്തിയപ്പോൾ ഇത്രയും നേതൃഗുണമുള്ള യൂത്ത് ആളുകൾക്കിടയിലേക്ക് സന്ദീപ് കൂടി വന്നെത്തിയതോടുകൂടി ഈ പറയുന്ന കോൺഗ്രസിന്റെ മുഖമാകെ മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. CR മഹേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിലുണ്ട്, ഒരുപാട് ആളുകളുണ്ട്, നമ്മൾ അറിയാത്ത, നമ്മൾ മനസ്സിലാക്കാത്ത. ഇപ്പം എനിക്ക് തോന്നുന്നു വയനാട്ടിലൊരു നേതാവുണ്ട്, ഇപ്പം ഒരു കേസ് എടുത്തിട്ടുണ്ട്, ഒരു പോസ്റ്റ് ഇട്ടതിനെതിരെ. അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് കൃത്യമായി ഓർമ്മ കിട്ടുന്നില്ല. അതായത് ഷജീർ പള്ളിവയൽ എന്നങ്ങാനാണ് അദ്ദേഹത്തിൻ്റെ പേര്. കാരണം ആ പേര് ഞാൻ ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറഞ്ഞത് അദ്ദേഹം അത്ര പ്രശസ്തനായ വ്യക്തിയൊന്നുമല്ല, പക്ഷേ അവിടുത്തെ നല്ല ഒരു നേതാവാണ്, വയനാട്ടിലെ നല്ല നേതാക്കന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തെ പറഞ്ഞു പോവാതിരിക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള നേതാക്കന്മാരുൾപ്പെടെ
ഓരോ ജില്ലയും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഇവർക്ക് വലിയ മുന്നേറ്റം ഉണ്ടാവും. അതിന്റെ നേതൃനിരയിലേക്ക് സന്ദീപ് വാര്യർ കൂടി വരുന്നു എന്ന് പറയുമ്പോൾ വി.ഡി. സതീശൻ, കെ സുധാകരൻ, കെ സി വേണുഗോപാൽ, സന്ദീപ് വാര്യർ, പിന്നെ ഈ പറയുന്ന പിന്നെ വനിതാ നേതാക്കന്മാർ ഇവരെല്ലാം കൂടെ നിൽക്കുമ്പോൾ സന്ദീപ് വാര്യരുടെ ഒരു നല്ല പ്രസംഗം, നല്ല ഒരു ചാനൽ ചർച്ച, ഡിബേറ്റ്, ഈ പറയുന്ന BJP-യിലെ കേരള BJP-ക്കുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ അതൊക്കെ തുറന്ന് സന്ദീപ് വാര്യർ സംസാരിക്കുകയാണെങ്കിൽ സന്ദീപ് വാര്യരോട് ചർച്ചയിൽ പോയിരുന്നു കൊണ്ട് മുട്ടാൻ BJP പണിപെടും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്.